ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ച് രസകരമാണ്. സെക്ഷൽ വെൽനെസ് ടൂൾസ്. കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു മടിയൊക്കെ തോന്നാം, അല്ലേ? പക്ഷെ നമ്മളിന്ന് ഇതിൻ്റെ വളരെ കൗതുകകരമായ ഒരു ചരിത്രത്തിലേക്കാണ് പോകുന്നത്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, ഈ പറയുന്ന സാധനങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇതിന്റെ പുരാതന കാലത്തെ വേരുകൾ തേടിപ്പോകും. പിന്നെ ഇതെങ്ങനെയാണ് മെഡിസിന്റെ ഭാഗമായി മാറിയതെന്ന് കാണാം. അതിനുശേഷം ഇന്നത്തെ കാലത്തെ ടൂൾസിനെക്കുറിച്ചും അത് പങ്കാളിയോടൊപ്പം എങ്ങനെ ഉപയോഗിക്കാമെന്നും പിന്നെ അത് ബന്ധങ്ങളെ എങ്ങനെ കൂടുതൽ ശക്തമാക്കുമെന്നും നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഇതിൻ്റെ തുടക്കം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ശരിക്കും ഒരുപാട് പിന്നോട്ട് പോകണം. ഒന്ന് നോക്കിയേ, ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണല്ലേ. BC 5000 വർഷം മുൻപ് പുരാതന ഗ്രീക്കുകാർ എലിസ്ബോസ് എന്നു പറയുന്ന ഡിൽഡോകൾ ഉപയോഗിച്ചിരുന്നു. അതേ കാലഘട്ടത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ബെനോയിസ് ബോളുകളും ഉണ്ടായിരുന്നു. പിന്നെ BC 350-ൽ ഒലീവ് ഓയിൽ ഒരു ലൂബ്രിക്കൻ്റായി ഉപയോഗിച്ചതിന് തെളിവുകളുണ്ട്. കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോയി AD 1200-കളിൽ എത്തിയപ്പോൾ ഉണങ്ങിയ ചെമ്മിരിയാടിൻ്റെ കൺപോളകൾ വെച്ച് കോക്ക് റിങ്ങുകൾ വരെ ഉണ്ടാക്കിയിരുന്നു. തീർന്നല്ല, 1600-കളിൽ എത്തിയപ്പോഴേക്കും ആനക്കൊമ്പിൽ തീർത്ത മുത്തുകളൊക്കെ പിടിപ്പിച്ച റിങ്ങുകൾ വന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും സ്വന്തം സന്തോഷം കൂട്ടാനുള്ള വഴികൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ പുരാതന കാലത്ത് നിന്ന് നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് വരാം, അതായത് വിക്ടോറിയൻ കാലഘട്ടത്തിലേക്ക്. ഇവിടെ വെച്ചാണ് കാര്യങ്ങൾക്കൊരു മെഡിക്കൽ ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റീരിയ എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. പക്ഷേ അന്ന് വിക്ടോറിയൻ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വരുന്ന ഉത്കണ്ഠ, ദേഷ്യം അല്ലെങ്കിൽ ലൈംഗികമായ ആഗ്രഹങ്ങൾ, ഇതിനെയെല്ലാം ഡോക്ടർമാർ വിളിച്ചിരുന്നത് ഹിസ്റ്റീരിയ എന്ന ഒറ്റ പേരിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തും ഏതും ഹിസ്റ്റീരിയ ആയിരുന്നു. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഈ ഹിസ്റ്റീരിയയ്ക്ക് ചികിത്സയായ ഡോക്ടർമാർ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? സ്ത്രീകളിൽ രതിമൂർച്ച കൊണ്ടാക്കുക. പക്ഷേ കൈകൊണ്ടിത് ചെയ്ത് ഡോക്ടർമാരുടെ കൈ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ലോകത്തിലെ ആദ്യത്തെ വൈബ്രേറ്ററുകൾ കണ്ടുപിടിച്ചത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഡോക്ടർമാരുടെ കൈവേദന മാറ്റാനുള്ള ഒരു മെഡിക്കൽ ഉപകരണമായിരുന്നു ആദ്യത്തെ വൈബ്രേറ്റർ. അപ്പോൾ ശരി, ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്ന് തുടങ്ങിയ ഈ ഉപകരണം എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ബെഡ്റൂമുകളിലെ ഒരു സാധാരണ വസ്തുവായി മാറിയത്? ആ ഒരു യാത്രയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കൂ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏകദേശം 50% സ്ത്രീകൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ വെൽനസ് ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 2-ൽ-1. ഇത് പണ്ടത്തെ പോലെ ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നല്ല, മറിച്ച് ആളുകളുടെ ലൈംഗിക ജീവിതത്തിന്റെ സാധാരണ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞുവെന്ന് സാരം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരുപാട് പേര് വിചാരിക്കുന്നത് ഇതൊക്കെ തനിച്ചുപയോഗിക്കാനുള്ളതാണെന്നാണ്. പക്ഷെ കണക്കുകൾ നോക്കിയേ, 80% ആളുകളും ഇതുപയോഗിക്കുന്നത് അവരുടെ പങ്കാളിയോടൊപ്പമാണ്. വെറും 20% മാത്രമാണ് ഒറ്റയ്ക്കുപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരുമയുടെയും കൂടുതൽ അടുപ്പത്തിൻ്റെയും ഒരു ടൂളായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ടൂൾസിന്റെ വെറൈറ്റി നോക്കിയാലേ നമ്മൾ അതിശയിച്ചു പോകും. പലതരം ക്ലിറ്ററൽ സ്റ്റിമുലേറ്ററുകൾ, പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള വൈബ്രേറ്ററുകൾ, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ടോർച്ചിന്റെ ആകൃതിയിലുള്ള മസ്റ്റർബേറ്ററുകൾ, പിന്നെ G-സ്പോട്ട്, പ്രോസ്റ്റേറ്റ് മസാജറുകൾ, അങ്ങനെ എന്തെല്ലാം. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു വലിയ ലോകം തന്നെയാണിന്ന്. ഓക്കെ, ഇത്രയൊക്കെ ടൂൾസ് ഉണ്ടെന്ന് പറയുമ്പം സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത് കപ്പിൾസിനിടയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതൊരു പ്രശ്നമാണോ? പലരുടെയും മനസ്സിൽ വരുന്നൊരു സംശയമാണിത്. ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ലേ? അല്ലെങ്കിൽ ആരുമില്ലാത്തപ്പോൾ ഒറ്റയ്ക്കുപയോഗിക്കാനുള്ളതല്ലേ? ഇതൊരു തെറ്റിദ്ധാരണയാണോ? അതെ, ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. പലരും കരുതുന്നത് ഇത് ബന്ധങ്ങളിലൊരു ഭീഷണിയാണെന്നാണ്. പക്ഷേ സത്യമെന്താ? ഇത് ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു ഉപകരണമാണ്. പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന ധാരണയും തെറ്റാണ്. ആർക്ക് വേണമെങ്കിലും ഇത് ആസ്വദിക്കാം. ഓറൽ സെക്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുകൂടി ഉപയോഗിക്കുന്നത് രണ്ടുപേർക്കും കൂടുതൽ സന്തോഷം നൽകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ഉപകരണങ്ങൾ ഒരു ബന്ധത്തിനും ഭീഷണിയല്ല, മറിച്ച് ഗുണകരമാണ്. ഇവയുടെ ഉപയോഗം പലപ്പോഴും ആളുകളിൽ ലൈംഗികമായ ആത്മവിശ്വാസം കൂട്ടാനും ബന്ധങ്ങളിൽ കൂടുതൽ സംതൃപ്തി കണ്ടെത്താനും സഹായിക്കുന്നുണ്ട്. ശരി, ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്ന് പരീക്ഷിച്ചു നോക്കാം? ഇതിന് വളരെ സിമ്പിളായ കുറച്ചു വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം, സംസാരിക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ താൽപ്പര്യം എന്താണെന്നറിയുക. അവർക്കും ഇതിൽ ആകാംക്ഷയുണ്ടോ എന്ന് ചോദിക്കുക. രണ്ടാമതായി, ഇതിനൊരു വലിയ സംഭവമാക്കി മാറ്റരുത്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഫോർപ്ലേയുടെ കൂടെ ഇതങ്ങ് ഉൾപ്പെടുത്തിയാൽ മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവശ്യത്തിന് ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക. അതെല്ലാവർക്കും കംഫർട്ടബിളായ ഒരു എക്സ്പീരിയൻസ് ഉറപ്പാക്കും.
ഇതിന്റെ മറ്റൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചില ഫാന്റസികളൊക്കെ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഗ്രൂപ്പ് സെക്സ് പോലുള്ള കാര്യങ്ങൾ. വൈകാരികമായി ഒരു റിസ്ക്കുമില്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സേഫായ വഴികൂടിയാണ് ഈ ചോയ്സ്. അപ്പോൾ അവസാനം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിലാകെ ഒരു നിയമമേ ഉള്ളൂ: എൻജോയ് ചെയ്യുക. ഇതിൽ ശരി തെറ്റ് എന്നൊന്നുമില്ല. ഇത് പരസ്പരം മനസ്സിലാക്കാനും പുതിയ സന്തോഷങ്ങൾ ഒരുമിച്ച് കണ്ടെത്താനും നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനുമുള്ള ഒരു വഴി മാത്രമാണ്. അത്രമാത്രം.